ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ വീണ്ടും പഴയതുപോലെ സജീവമാവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു മീലായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഈ മീല് ഈ പറഞ്ഞ പോലെ വളരെ ചെറുതാണ് കാണാൻ, പക്ഷേ ഭയങ്കര പവർഫുള്ളാണ്. നമ്മളൊരു ചെറിയൊരു ലഡു ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ലഡുവിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഷെഫിന് കൈമാറുന്നതാണ്. ഇപ്പോൾ നമ്മളങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾക്കിപ്പോൾ ഒരു 2-3 ദിവസം ഡേറ്റ് കിട്ടി, എനിക്കൊരു ഫ്രീ ടൈം കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുകയാണ് നമ്മുടെ ഷെഫിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഹെൽത്തി ലഡു ഉണ്ടാക്കാൻ പോവാണ്. എന്താ പറയുക, ഭയങ്കര ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നമുക്ക് അതിൻ്റെ ഓരോരോ പ്രോസസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഓരോരോ ഐറ്റമായിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം. ഏട്ടന് കൂടുതൽ ഇതിന്റെ മെയിൻ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ രാവിലെ ഒന്നിന് സമയമില്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഫ്രീ ടൈമിൽ അല്ലെങ്കിൽ ഓഫ് ഡേയ്സിൽ ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് കാലത്തേക്ക് നിൽക്കും. നമുക്ക് 30-40 ഡേയ്സ് ഒക്കെ നമുക്ക് ഏട്ടന് ലൊക്കേഷനിലോട്ട് കൊണ്ടുപോകാൻ കൊടുക്കുന്നത് ഇതാണ്. കുറച്ചധികം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏട്ടന് രാവിലെ പോകുമ്പോൾ ഒരു മീല് പോലെ നമുക്ക് കഴിക്കാം. അത് ഒരു 2 ലഡു കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറ് കുറച്ച് നല്ല ഹെൽത്തിയാണ്, കുറച്ച് ഫില്ലാണ്. അപ്പൊ നമുക്ക് കുറച്ച് ടൈം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഇപ്പൊ ലഞ്ച് ടൈം നമുക്ക് കറക്റ്റ് കിട്ടുന്നില്ല. അതുപോലെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാനും ഈ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കാനൊക്കെ ഭയങ്കര നല്ലതാ. പിള്ളേർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി സ്വീറ്റ് ആക്കാൻ വേണ്ടി നമുക്ക് ഡേറ്റ്സോ അല്ലെങ്കിൽ ഹണിയോ ഒക്കെ എക്സ്ട്രാ ഒന്നുകൂടി ആഡ് ചെയ്യാം. ഞാനിവിടെ ഡേറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കങ്ങനെ ഓവർ മധുരം വേണ്ടാത്തതുകൊണ്ട് ഒരു കൊച്ചുകുട്ടികൾക്ക് കുറച്ചുകൂടി കൂടുതലാക്കി കഴിഞ്ഞാൽ അവർക്ക് ലഡു പോലെ സ്വീറ്റ് പോലെ കഴിക്കുകയും ചെയ്യാം. അവർക്ക് ഹെൽത്തി ആവും. നമുക്ക് തന്നെ ഇപ്പൊ ഇവിടെ തന്നെ ആലോചിക്കും, കുറെ IT-കാരുണ്ട്, പക്ഷെ അവർക്ക് ടൈമിന് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ സമയത്ത് പുറത്തുനിന്ന് ഫുഡ് മേടിക്കുന്നു, കഴിക്കുന്നു, അല്ലെങ്കിൽ സ്വിഗ്ഗി സൊമാറ്റോ ഓർഡർ ചെയ്യുന്നു. പക്ഷെ അവരെന്നെ ആലോചിക്കുന്നുണ്ട്, പക്ഷെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഫുഡ് അല്ലാന്ന് അറിയാം. ഇന്ന് ഹോട്ടൽ ഫുഡ് കഴിക്കുന്ന അത്ര നല്ലതല്ല. അപ്പൊ നമ്മള് പിന്നെ പിള്ളേർക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഈ സീഡായിട്ട് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സീഡ് സോക്ക് ചെയ്ത് കഴിക്കുക അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതാകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ടേക്ക് കെയർ ചെയ്യാനും കഴിക്കാനും ഭയങ്കര കുറച്ച് നല്ല. ബോക്സിൽ ഒരു 2 എടുത്ത് വെച്ചാൽ അല്ലെങ്കിൽ 3 എടുത്ത് വെച്ചാൽ നമുക്ക് ഈ ലഞ്ച് ടൈമിലാണെങ്കിൽ അതിപ്പോൾ കുറച്ച് ലാഗ് ആവുകയാണ്, നമുക്ക് സമയത്തിന് കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു 12 മണി 12:30 ആകുമ്പോൾ 2 എടുത്ത് കഴിച്ചാൽ കുറച്ച് നേരത്തേക്ക് നമുക്ക് ഒരു ഹെൽത്തി ഫുഡ് ആവുകയും ചെയ്തു, വയറിന് മീല് കിട്ടുകയും ചെയ്തു. അപ്പൊ ഞാൻ ഓരോന്ന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയന്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ ഇവിടെ ഇരുന്നിട്ട് എല്ലാം കഴിച്ചോണ്ടിരിക്കുന്നു. ഇത് അങ്ങോട്ട് കഴിക്കാനല്ല പറഞ്ഞത്. കുക്കിംഗ് ബ്ലോഗിന്റെ ഇടയിൽ തീറ്റ മത്സരമാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? നമ്മളിവിടെ കുറച്ച് ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്. ആദ്യം കുറച്ച് സീഡ്സ് കാണിച്ചുതരാം. വാട്ടർമെലൺ സീഡ്സ്, സൺഫ്ലവർ, ചിയ സീഡ്, പിന്നെ പംകിൻ സീഡ് എല്ലാം നമ്മൾ ഒരേ അളവിൽ മേടിച്ചിട്ടുണ്ട്. എന്നാലാണ് അളവ് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം നമ്മൾ 100 ആണ് മേടിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ കുറച്ച് ക്യാഷ് ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അത് മേടിച്ചിട്ടില്ല. പിന്നെ പിസ്ത മേടിച്ചിട്ടുണ്ട്, ബദാം മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ 200 മേടിച്ചത്, മറ്റേതെല്ലാം 100 മേടിച്ചിട്ടുണ്ട്. റേഷൻസിലേക്ക് വേണം കുറച്ച് റേഷൻസ്, പക്ഷെ ഇതും 200 നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഡേറ്റ്സ് മേടിച്ചിട്ടുണ്ട്, മക്കാൻ മേടിച്ചിട്ടുണ്ട്, വാൽനട്ട് വന്നില്ലേ, വാൽനട്ട് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഓൾറെഡി പീനട്ട് കുറച്ച് അധികം വേണം, അത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു, അത് മേടിച്ചില്ല. അത് ലൂസായിട്ട് മേടിച്ചിട്ടുണ്ട്. അത്
മറ്റേ തൊലി കളഞ്ഞിട്ടുള്ള ഇതാ. അപ്പോൾ നമുക്ക് പൊടിക്കുമ്പം കുറച്ചുകൂടെ നല്ല. അപ്പോൾ ഇത്രയാണ് ഇൻഗ്രീഡിയൻ്റ് ഉള്ളത്. പിന്നെ വേറൊരു മെയിൻ സാധനം അവലാണ്. അത് നമുക്ക് ഇതിപ്പോ ഒരു ഇങ്ങനത്തെ ഐറ്റംസ് ഉള്ളതുകൊണ്ടാ പറഞ്ഞ നമുക്ക് വേറെ മീൽ തന്നെയാണത്. ഹെൽത്തി മീൽ. വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലതാണ്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലാക്സ് സീഡ് യൂസ് ചെയ്യാം. ഞാൻ അങ്ങനെ ഫ്ലാക്സ് സീഡ് അങ്ങനെ വേറെ സെപ്പറേറ്റ് കഴിക്കുന്നുണ്ട്. അല്ലാതെ ഇതിൽ അങ്ങനെ ഫ്ലാക്സ് സീഡ് ഇട്ട് കഴിഞ്ഞാൽ ഫ്ലാക്സ് സീഡിൻ്റെ ടേസ്റ്റ് കുറച്ച് മുമ്പിൽ കയറി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഫ്ലാക്സ് സീഡിൻ്റെ അത് അങ്ങനെ എനിക്കത്ര ആ ടേസ്റ്റ് ഇഷ്ടമല്ല. പൗഡർ ആക്കിയിട്ട് ഞാൻ വെള്ളത്തിലിട്ടിട്ടാണ് കഴിക്കുന്നത്, അത് കുഴപ്പമില്ല. പിന്നെ അതുപോലെ ഒരു സാധനം കൂടെ മിസ്സായത് എള്ളാണ്. എള്ള് യൂസ് ചെയ്യുന്നുണ്ട് ഇതിൽ. വലിയ ക്വാണ്ടിറ്റി ഇല്ല, പക്ഷെ കുറച്ച് എള്ളും കൂടെ ഇത് ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ഐറ്റംസ്. എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഇതെല്ലാം ഇനി റോസ്റ്റ് ചെയ്യണം, വറുത്ത് പൊടിക്കും. പക്ഷെ എല്ലാം ഒരു കാര്യമുണ്ട്, എല്ലാം സെപ്പറേറ്റ് വറക്കണം. കാരണം ഇതിന് പലതിനും പല ഇതാണുള്ളത്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വറക്കുമ്പോൾ ചിലത് ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാം സെപ്പറേറ്റ് വറക്കാം. അതാകുമ്പോൾ വറുത്ത് പൊടിക്കാം. ഞാൻ കഴിച്ചോണ്ടിരുന്ന വറുത്ത് പൊടിക്കൊന്നുണ്ടാവില്ല. മതി. പിന്നെ ഒരു കാര്യം കൂടെ, ഇതിനൊക്കെ ഒരു അളവുണ്ട് കഴിക്കുന്നതിന് ഒരു ദിവസം. അല്ലാതെ ഇവിടെ കഴിക്കുന്ന പോലെ ഒരു ഇത്രയും ഇരുന്ന് ഒറ്റയടിക്ക് കഴിക്കുക എന്നുള്ള ഇനിയിപ്പോ ഒന്നും കഴിക്കണ്ടാവില്ലായിരിക്കും. പക്ഷെ ആൾക്ക് ഇതിന്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടോണ്ടാട്ടോ കഴിക്കുന്നത്. ചിലത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആ ഭാഗം നോക്കില്ല. ഇത് പക്ഷെ ഇഷ്ടമായി ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ആദ്യം പീനട്ടാണ് ഇടുന്നത്, 1 കപ്പ്. അങ്ങനെ അളവൊന്നുമില്ല, നിങ്ങൾക്ക് എത്രയാണോ ഉണ്ടാക്കേണ്ടത് അതനുസരിച്ചിട്ട് അളവ് കൂട്ടാൻ കുറയ്ക്കാം ഒക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചൂടാക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എല്ലാം ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. എല്ലാത്തിൻ്റെ വീഡിയോ ഞങ്ങൾ കാണിക്കുന്നില്ല, എല്ലാം കൂടി ഒരുമിച്ച് കാണിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചതെല്ലാം കൂടി വറുത്ത് പൊടിച്ച് അതെല്ലാം മിക്സ് ചെയ്യാണ്. എല്ലാം കൂടി പൊടിക്കുമ്പോൾ തരം അവലോസ് പൊടി ഇല്ലേ, അതിൻ്റെ ഒരു സ്മെല്ല് വരുന്നില്ല. എല്ലാം കൂടെ വേണ്ടി പൊടിച്ചിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് കുഴക്കാം. ഡേറ്റ്സ് നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ട്. ഡേറ്റ്സ് നമ്മളിവിടെ അടിച്ച് വെള്ളം ചേർത്തിട്ട് അടിക്കാതിരിക്കുക. കാരണം വെള്ളാംശം ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ദിവസം ഇത് ഇരിക്കത്തില്ല. അതുകൊണ്ട് വെള്ളം ചേർക്കാതിരിക്കുക. അപ്പോൾ നമ്മളിതിനെ ബോൾസ് ആക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് നെയ്യും കൂടെ വേണം. നെയ്യ് വേണം. നെയ്യ് ഇട്ടിട്ട് വേണം ഇത്. നെയ്യും ഡേറ്റ്സും ഈ പൗഡറുകളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുഴച്ച് ലഡു പരുവത്തിൽ ആക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ലഡു ഇവിടെ റെഡി ആവുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഞാൻ ഏട്ടനത് കൈമാറി. എനിക്ക് കുഴയ്ക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അവൾ കുഴിക്കുന്നു. കാരണം ഇപ്രാവശ്യം കുറച്ച് അധികമുണ്ട് ക്വാണ്ടിറ്റി. അപ്പോൾ ഞാൻ ഏട്ടനെ കൊണ്ടത് കുഴച്ച് മിക്സ് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ബോൾസ് ആക്കിക്കോളാം കേട്ടോ. മറ്റേ ചപ്പാത്തി പോലെ ഫുള്ള് മറ്റേ ഇതാവണം, പീസ് പോലെയാണോ? അങ്ങനെയൊന്നും അവിടെ എനിക്ക് ഇതിൽ നിന്ന് ബോൾസ് ആക്കാൻ പറ്റിയൊരു പരിവല്ലേ. അങ്ങനെ മതി. കുറച്ചുകൂടി നെയ്യ് വേണം. കുറച്ചുകൂടെ കേട്ടോ. ഇവിടെയൊക്കെ പൗഡർ ആയിട്ടുണ്ടാവും.
അങ്ങനെ നമ്മുടെ ലഡുവിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് കടന്നിരിക്കുന്നു. കാണിച്ചേ, വേണ്ടോ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക. എന്ത് കുഴക്കും? ചപ്പാത്തി കുഴച്ച് നല്ല പരിചയമുണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുഴപ്പിക്കാറുണ്ട്, അതുകൊണ്ട് അതുണ്ട്. അപ്പം ദേ നമ്മൾ ലഡു ദേ ഈ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ലഡു എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഞാൻ പിന്നെ വലിയ ബോൾസ് ആക്കിയിട്ടില്ല, ഏട്ടന് കഴിക്കാൻ കുറച്ചുകൂടെ എളുപ്പത്തിന് കുട്ടി ഇത്രയും ഉണ്ടാക്കിയിട്ടും ഇനി ഇത്രയും തന്നെ പൊടി പൗഡർ ആക്കിയത് ഉണ്ട് അല്ലേ? ഒരു ഒറ്റ ടൈം മേടിച്ചാൽ നമുക്ക് കുറെ കാലത്തേക്ക് യൂസ് ചെയ്യാം. തുടക്കം മേടിക്കുമ്പോൾ ഉള്ളത് നോക്കണ്ട, നിങ്ങള് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് നല്ലതാണ്. പിന്നെ മെഡിസിന് കൊടുക്കുന്ന കാശ് നമ്മൾ ഫുഡിന് കൊടുക്കാൻ. പിന്നെ നെയ്യ് തടവിട്ട് ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കുമ്പോൾ കറക്റ്റ് പൊട്ടാതെ ഇങ്ങനെ കിട്ടും. ഇത് കുറേ ദിവസത്തേക്ക് ഇരിക്കും. കിട്ടും മൊത്തം കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു 30-35ഓളം. പക്ഷെ ഇത് ഇപ്രാവശ്യം നന്നായിട്ടുണ്ട്. ഇത് തന്നെ അത്യാവശ്യം ഉണ്ട്. അവിടെ ഇത്ര തന്നെ വീണ്ടും പൗഡർ ഇരിക്കുന്നുണ്ട്. 2 മാസത്തേക്ക് സുഖമായിട്ട് പോകും. നിങ്ങൾക്ക് എത്രയാണോ അളവ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് മേടിച്ചാൽ മതി. എല്ലാം ഇത്ര അളവിന്, അപ്പോൾ ഒരു കറക്റ്റ് അളവ് കിട്ടും. എല്ലാം കറക്റ്റ് അളവ് കിട്ടും. അത് നിങ്ങളെല്ലാം ഒരു 50 ഗ്രാം വെച്ച് മേടിച്ചിട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് പിന്നെ അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എല്ലാവരും 50 ഗ്രാം വെച്ച് മേടിക്കുക. അപ്പം എല്ലാവർക്കും നമ്മുടെ ഹെൽത്തി ലഡു. ക്ഷീണിച്ചു ഗൈസ് ഞാൻ. നമ്മുടെ അങ്ങനെ ലഡു ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 50-55 എണ്ണം ആയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ട്രിപ്പിൽ എനിക്ക് കൊണ്ടുപോകാനുള്ള എൻ്റെ ഫുഡായി, എൻ്റെ സ്നാക്കായി. സ്നാക്ക് എന്ന് പറയാൻ പറ്റില്ല, ചില സമയങ്ങളിൽ ഞാനത് മീലായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ആദ്യം കുറച്ച് ശേഷം മേടിച്ചിട്ട് എല്ലാവരും 50 ഗ്രാം മേടിച്ചിട്ട് ഉണ്ടാക്കി നോക്ക്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിനനുസരിച്ച് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫ്ലേവർ കൂടിപ്പോയി അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഇപ്പുറത്തെ ഡേറ്റ്സോ അല്ലെങ്കിൽ വേറെന്താ ഹണിയോ അല്ലേ, ചിലർ ശർക്കര ഇട്ടിട്ട് ചെയ്യുന്നത് കണ്ടു. പക്ഷെ ഏട്ടന് കുറച്ചുകൂടെ ഡേറ്റ്സ് ഇഷ്ടമായതിനെ കൊണ്ട് ഞാൻ ഡേറ്റ്സാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ട്രൈ എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാവട്ടെ, എല്ലാവരും ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ. ലാസ്റ്റ് ലഡു കഴിഞ്ഞു. ബാക്കിയുള്ളത് നമ്മൾ അടുത്ത പ്രാവശ്യത്തേക്ക് എടുത്തു വെച്ചു. അടിപൊളി. അപ്പോൾ താങ്ക് യു. ഞങ്ങളുടെ ഹെൽത്തി ലഡു. ടാറ്റാ.